ഒരു വർഷം വരെ മുരിങ്ങാക്കായി സൂക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാന്ന്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ എത്രയാണോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മുരിങ്ങാക്കായെല്ലാം എടുത്തിട്ട് നമ്മൾ അറ്റൊന്ന് രണ്ട് സൈഡും കട്ടാക്കി കൊടുക്കുക. ഇതുപോലെ. എന്നിട്ടൊരു വിരലിൻ്റെ നീളത്തിൽ ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ സാമ്പാറും അവിയലിനൊക്കെ മുറിക്കുന്നില്ലേ, അതുപോലെ മുറിച്ചെടുത്താൽ മതി. ഇത് കണ്ട, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ ബാക്കി മുരിങ്ങാക്കായ കൂടി മുറിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിൻ്റെ പുറമേയുള്ള കട്ടിത്തൊലിയില്ലേ, അതൊന്ന് ചിരണ്ടി കൊടുക്കുക. ഇതാ ഇതുപോലെ. മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമില്ല, കാരണം പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ അത് കേടായി പോകാനും അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റായി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണേ. ഇതുപോലെ എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് വരാം. ഞാനിവിടെ മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാഞ്ചിങ് എന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 3 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്തിട്ട് പിന്നെ 3 മിനിറ്റ് ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിനാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിൽ മുരിങ്ങക്കായി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിൽ ഐസും വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം എടുത്തു വെക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളെ മുരിങ്ങക്കായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ഒരു 3 മിനിറ്റ് ബോയിലാക്കി എടുക്കണം. ഞാൻ സമയം കറക്റ്റ് ആവാൻ വേണ്ടി ഇവിടെ ഒരു ടൈമർ ഓണാക്കി വെക്കുന്നുണ്ട്. 3 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ മുരിങ്ങക്കായി വെന്ത് പോയിട്ട് നല്ലപോലെ വെന്ത് പോകും. പിന്നെ ചിലപ്പോൾ അത് നടുവേ മുറിഞ്ഞ് വളർന്നു പോവുകയും ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നാട് പോലെ ഇത്രയും മുരിങ്ങക്കായി കിട്ടൂല. എപ്പോഴും അവർ ഈ ടെക്നിക്കാണ് കൂടുതലും ചെയ്ത് സ്റ്റോർ ആക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ ന്യൂട്രിയൻസും വെള്ളം കണ്ടന്റും ഒക്കെ പോകുമെന്ന് പേടിക്കണ്ട. അതൊക്കെ ഇതിൽ പ്രിസർവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 3 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തന്നെ ഐസ് വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇനി ഐസ് വെള്ളത്തിൽ ഒരു 3 മിനിറ്റ് കിടക്കട്ടെ. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട് ഐസ് വെള്ളത്തിലിട്ടിട്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിനറിലിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് വെതറിയിട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് തുടച്ചെടുക്കാം. അധികം വെള്ളം പോകണമെന്നൊന്നുമില്ല, പക്ഷെ പറ്റുന്നത്ര കളയാം നമുക്ക്. എന്നിട്ടൊരു സിപ്പ് ലോക്ക് കവറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തെ എയർ മൊത്തം കളഞ്ഞ് ക്ലോസ് ആക്കണം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. ചെറിയൊരു ഗ്യാപ്പ് മാത്രം വിട്ടിട്ട് ബാക്കി സീലാക്കാം. എന്നിട്ട് ഒന്ന് റോളാക്കി എടുത്തതിനാൽ എന്നിട്ട് റോളാക്കിയിട്ട് സീല് ഫുള്ള് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം തന്നെ നമ്മൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ മൊത്തം പുറത്തേക്ക് പോകും. ഇപ്പം ഞാൻ ഡേറ്റാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഒരു 1 ഇയർ ആകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഇത് എപ്പോഴാണ് നമ്മൾ ആക്കിയതെന്ന്. അല്ലെ ചിലപ്പോൾ മറന്നുപോയാലോ. 1 ഇയർ വരെ ഇത് യൂസാക്കാൻ പറ്റും. ഞാൻ മുന്നേ വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട, ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 7 മുതൽ 8 മാസം ആയിട്ടുണ്ടാവും. ഞാൻ ഇതിനടുത്ത് ഉപയോഗിച്ചിട്ടുമുണ്ട്. ബാക്കി അതേപോലെ എടുത്തിട്ട് ഫ്രീസറിൽ തന്നെ വെക്കും. ഇത് അതേപോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അപ്പം ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ ടിപ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി.